കാര്യങ്ങൾക്ക് അവരെ ആളിനെ കൂട്ടുന്നത്. ഇതിലുള്ള കോൺഗ്രസിലെ മെമ്പർമാരുടെ ശക്തമായ പ്രതിഷേധമാണ്. ഇതിന് മേലെ ഇത് ആവർത്തിക്കാൻ പാടില്ല. ജോലിയിൽ ആബ്സെന്റ് ആയിട്ടുകൊണ്ട് ആര് എവിടെ പോകുന്നതിനും ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. മുൻകാലങ്ങളിൽ ഉച്ചവരെ ജോലി ചെയ്തിട്ട് ആ ശമ്പളം മൊത്തം എടുക്കുകയും അതിനുശേഷം ബാക്കിയുള്ള സമയം സമ്മേളനങ്ങൾക്കും പരിപാടികൾക്കും പോകുന്നൊരു പതിവുണ്ടായിരുന്നു. ആ പതിവ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും ജോലി വേണ്ട, ഇന്നത്തെ ജോലി ഇന്ന് എല്ലാവർക്കും ലീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടാനുള്ള ഒരു ദിവസത്തെ അവരുടെ ജോലി നിഷേധിച്ച ഈ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് വിഭാഗത്തിന്റെയും പഞ്ചായത്ത് അധികാരികളുടെയും നടപടികളിലൂടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിർവഹണ ഉദ്യോഗസ്ഥനടക്കം പരാതി നൽകുമോ? നിർവഹണ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞത് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു, ASമായിട്ട് സംസാരിച്ചു. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ടില്ല, പരിശോധിക്കാം. അതുപോലെ തന്നെ അത് കാരണക്കാരെ ആരാണോ മേറ്റുമാരെ വിളിച്ചിട്ട് നാളെ ജോലി ചെയ്യേണ്ട, വസ്തുക്കൾ ഉണ്ടായിട്ട് ജോലി ചെയ്യേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തത് അവരോട് വിശദീകരണം ചോദിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം, ഇനി ഈ പഞ്ചായത്തിൽ ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. ഇത് തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന പരിപാടിയാണ്. പാർട്ടി സമ്മേളനങ്ങൾ വിജയിപ്പിച്ചതിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ അല്ല കൂട്ടുപിടിക്കേണ്ടത്. അതിന് വേണമെങ്കിൽ 1000-500 രൂപ കൊടുത്താൽ ഇവിടെ ബംഗാളികളെ കിട്ടും. അതാണ് പാർട്ടി നേതൃത്വം സംഘടിപ്പിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മഞ്ജു മറിയപ്പള്ളിക്ക് എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഈ നഷ്ടം ഉണ്ടായിട്ട് തൊഴിലുറപ്പിന്റെ നഷ്ടം ഉണ്ടായിട്ടും തൊഴിലുറപ്പ് ജോലി ഇന്ന് വേണ്ട എന്ന് വെച്ച് അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തിട്ടുള്ള നേതൃത്വത്തിനെതിരെ ഞങ്ങൾ 2 മെമ്പർമാരും ഇന്ന് ശക്തമായ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിനുള്ള മറുപടി നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം നമ്മൾ സെക്രട്ടറിയുമായിട്ടും പ്രസിഡന്റുമായിട്ടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ അവർ അതിൻ്റെ വിശദീകരണം തരാമെന്നാണ് നമ്മളോട് ഏറ്റിരിക്കുന്നത്. ഇതിൻ്റെ കാര്യകാരണ സഹിതം പിന്നീട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് മെമ്പർമാർ വ്യക്തമാക്കിയത്, കുരിയോട് ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും ഇത്തരത്തിൽ അനധികൃതമായി തൊഴിലാളികളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതോടൊപ്പം ഹരിതകർമ്മ സേനകൾക്കും നിർബന്ധിത അവധി നൽകിയിട്ടുണ്ടെന്നും ആ സമയങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും തുടർന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നായിരുന്നു അന്ന് പഞ്ചായത്തിൽ നിന്നും അവർക്ക് ഉറപ്പ് കിട്ടിയത്. എന്നാൽ ഏരിയ സമ്മേളന പ്രകടനത്തിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് അനധികൃതമായ അവധി കൊടുത്ത് എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ നാസിം അമ്പലത്തിലും മഞ്ജു മറിയപ്പള്ളിയും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള തത്സമയ ദൃശ്യങ്ങൾ തുടരുകയാണ്. പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിൽ നിഷേധിക്കുമെന്ന ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതാണ് നമുക്ക് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാജൻ പുളിമുട്ടിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ CPMന്റെ പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഇന്ന് നിർബന്ധിത അവധി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് നൽകി എന്നാണ്. എന്താണ് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്? ഈ സൈസ് നടപടികൾ ഈ പഞ്ചായത്ത് ഇന്നും ഇന്നലെയല്ല തുടങ്ങിയത്. പല ദിവസങ്ങളിലും പല കാലഘട്ടങ്ങളിലും പല രീതിയിലും പല സമ്മേളനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷം മുമ്പ് മേഡേ സ്കൂളിൽ അവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചൊരു പരിപാടി നടന്നപ്പോഴേ സ്കൂളിലെ കൊച്ചു വിദ്യാർത്ഥികളെ ഇറക്കി അവർ പരിപാടി നടത്തി. കൊച്ചു പിള്ളേർ അവിടെ തന്നെ വെയിൽ കൊണ്ടും പിന്നെ മയങ്ങി വീഴുന്നൊരു അവസ്ഥയുണ്ടായി. അവരിന്നും ഇന്നലെയല്ല ഇത്തരത്തിലുള്ള നടപടികൾ നടക്കുന്നത്. അവരുടെ സമ്മേളനങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കും വരുമ്പോഴത്തേക്ക് ഈ പഞ്ചായത്തിലെ സെക്രട്ടറിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാരും കൂടെ
ചേർന്ന് ഒത്തു കളിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് ഇന്നും ഇന്നലെ അല്ല തുടങ്ങിയത്. ഈ ഒരു പരിപാടി എന്തായാലും കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനൊരു നടപടി ഉണ്ടാവാതിരിക്കാനുള്ള നടപടി ഉണ്ടാവും. ശക്തമായ കോൺഗ്രസ് പാർട്ടി ശക്തമായി ഇത് പ്രതികരിക്കുമെന്ന് ആണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും രാജൻ പുളിമുട്ടിലാണ് പ്രതികരിച്ചത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള തത്സമയ സംരക്ഷണങ്ങൾ. CPM ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർബന്ധിത അവധി നൽകിയെന്ന് ആരോപിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കോൺഗ്രസ് വാർഡ് പ്രതിനിധികളായ ചടയമംഗലം CPMന്റെ നേതൃത്വത്തിൽ ഏരിയ സമ്മേളനത്തിനുമായി ബന്ധപ്പെട്ട പ്രകടനത്തിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും അനധികൃതമായി അവധി നൽകി എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ നാസിം അമ്പലത്തിലും മഞ്ജു മറിയപ്പള്ളിയും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നതിൻ്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. സാക്ഷിക്ക് അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തിലെ മറ്റു പ്രതിപക്ഷ അംഗങ്ങളും ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ട് വരും എന്നതാണ്. എന്തുതന്നെയായാലും പഞ്ചായത്തിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പഞ്ചായത്ത് അംഗങ്ങൾ ശക്തമായി സമരമുഖത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും സാക്ഷി TVക്ക് വേണ്ടി ഗോപൻ മുദ്ര.